ഹായ്, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതട്ടെ. ഞങ്ങളും സുഖമായിരിക്കുന്നു. നാം ലോകത്തെ നോക്കി ചിരിക്കുവാൻ തയ്യാറായാൽ ലോകം നമ്മെ നോക്കി ചിരിക്കും. ഒരിക്കൽ മക്കളുടെ സ്കൂളിൽ ക്ലാസ് എടുക്കാൻ വന്ന വടകരക്കാരനായ ഒരു സാറ് ഇപ്രകാരം പറഞ്ഞു: നിങ്ങളുടെ ശത്രുവിനെ നോക്കി 21 ദിവസം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് അവരുടെ വീടിനെ നോക്കി പറഞ്ഞാൽ 22ാമത്തെ ദിവസം ആ വ്യക്തി നിങ്ങളെ നോക്കി ചിരിക്കും എന്ന്. എത്രയോ യാഥാർത്ഥ്യമായ ഒരു കാര്യമാണത്. നമുക്ക് ഒരു മുടക്കം കൂടാതെ ചെയ്യുവാൻ കഴിയുന്ന ഒരു കാര്യമാണ് പുഞ്ചിരി എന്നുള്ളത്. നാം ചിരിക്കുവാൻ തയ്യാറായാൽ ലോകം നമ്മെ നോക്കി ചിരിക്കും. നാം ചിരിക്കുന്നില്ലയോ, ലോകവും നമ്മെ നോക്കി ചിരിക്കില്ല. അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന ഏതൊരു വ്യക്തിയോടും എനിക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം, ഒരു മുതൽ മുടക്കുമില്ലാതെ നമുക്ക് ചിരിക്കുവാൻ കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു സുഹൃത്ത് വലയം നമുക്ക് നേടിയെടുക്കുവാൻ കഴിയും. മറ്റൊരു കാര്യം, ഒന്ന് തലോടാൻ തയ്യാറായാൽ, സുഹൃത്തുക്കളെ ഒന്ന് തലോടാൻ, ഒന്ന് സ്പർശിക്കുവാൻ തയ്യാറായാൽ, ഇപ്പോഴത്തെ കണ്ടുപിടുത്തത്തിൽ പറയുന്ന അല്ലെങ്കിൽ വൈദ്യശാസ്ത്ര മേഖലയിൽ പറയുന്ന ഒരു കാര്യം, നാം അവരെ നോക്കി ചിരിക്കുവാനോ അവരുടെ ശരീരത്തിൽ സ്പർശിക്കുവാനോ നാം തയ്യാറായാൽ അറ്റാക്ക് വരെ മാറിപ്പോകും എന്നാണ് ഇപ്പോൾ ആ ഒരു പഠനത്തിൽ പറഞ്ഞു എന്ന് കേൾക്കാനായിട്ടിടയായത്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ സുഹൃത്തുക്കളെ കാണുമ്പോൾ ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുകയും ഉള്ളം തുറന്ന് ഒന്ന് ചിരിക്കുകയും ചെയ്യാൻ തയ്യാറായാൽ നമുക്ക് ഒത്തിരി മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഒത്തിരി റിലീഫ് കൊടുക്കാനായിട്ട് കഴിയും, ഒത്തിരി ആശ്വാസം പകരുവാനായിട്ട് കഴിയും. അതിന് നമുക്ക് ഈ ദിനങ്ങളിൽ ഒന്ന് ശ്രമിക്കാം. നമ്മുടെ ദുഃഖത്തിലിരിക്കുന്ന, പ്രയാസത്തിലിരിക്കുന്ന സ്നേഹിതരെ കാണുമ്പോൾ ഒന്ന് ചിരിച്ച്, ഒന്ന് തലോടി, ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത്, ഒന്ന് കുലുക്കി, ഒന്ന് കെട്ടിപ്പിടിച്ച് നാം അവരെ ചേർത്ത് നിർത്തുന്നു എങ്കിൽ നമുക്ക് വലിയൊരു ലോകത്തെ പടുത്തുയർത്തുവാനായിട്ട് കഴിയും. ഒത്തിരി പേരെ മരണത്തിൽ നിന്ന്, ഒത്തിരി പേരെ ആത്മഹത്യയിൽ നിന്ന്, ഒത്തിരി പേരെ തകർച്ചയിൽ നിന്ന് നമുക്ക് പുഞ്ചിരിയോടെ ചേർത്ത് നിർത്തുവാനായിട്ട് കഴിയും. അതിന് സർവശക്തനെ ഒരു സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ചിന്തയ്ക്ക് വിരാമം കുറിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.